നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം. സംസ്ഥാനത്തുടനീളം മുന്നണികളിൽ പൊട്ടിത്തെറി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികളെ ചൊല്ലി BJPയിലും LDFിലും തർക്കം തുടരുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കോഴിക്കോട് കോൺഗ്രസിലും മുസ്ലിം ലീഗിലും നേതാക്കളുടെ രാജ്യപ്രഖ്യാപനമുണ്ടായി. മധ്യ കേരളത്തിൽ വിവിധ ജില്ലകളിൽ സ്ഥാനാർത്ഥി നിർണയം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 2 ദിവസത്തിനകം എല്ലാ സീറ്റുകളിലേക്കും മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. കുതിച്ചുകയറി ആദ്യ ദിവസങ്ങളിലെ ബുക്കിംഗ്. ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5-നാണ് തുറക്കുന്നത്. ഓൺലൈനായി 70,000 പേർക്കും തത്സമയ ബുക്കിംഗ് വഴി 20,000 പേർക്കും ഒരു ദിവസം ദർശനത്തിന് സൗകര്യമുണ്ട്. ആദ്യ ദിവസങ്ങളിലെ ബുക്കിംഗ് ഇതിനോടകം പൂർത്തിയായി. വലിയ രീതിയിലുള്ള ബുക്കിംഗ് ആണ് ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. മണ്ഡല സീസണിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. സ്വർണ്ണക്കൊള്ള വിവാദം നിലനിൽക്കെയാണ് മണ്ഡല സീസണിന് തുടക്കമാകുന്നത്. നാളെ ഉച്ചയ്ക്ക് നടയടച്ച ശേഷം ദ്വാരപാലക പാളികൾ, കട്ടിളപ്പാളികൾ എന്നിവയിൽ നിന്ന് കേസിലെ ശാസ്ത്രീയ പരിശോധനയ്ക്കായി സാമ്പിളുകളും ശേഖരിക്കുന്നുണ്ട്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. സീറ്റ് നിഷേധിച്ചു. നെടുമങ്ങാട് BJP പ്രവർത്തക ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. നെടുമങ്ങാട് നഗരസഭയിലെ പനക്കോട്ടൽ വാർഡിലെ ശാലിനിയാണ് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചതിനാൽ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. ശാലിനി അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നെടുമങ്ങാട് നഗരസഭയുടെ 26-ാം വാർഡിൽ BJP സീറ്റ് നിഷേധിച്ചതിൽ മനനൊന്താണ് ആത്മഹത്യാ ശ്രമം. ഇവിടെ സീറ്റ് ലഭിക്കുമെന്ന് ശാലിനി പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ പ്രാദേശിക നേതൃത്വം ഇടപെട്ട് സീറ്റ് നിഷേധിച്ചു എന്നാണ് ആക്ഷേപം. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു ആത്മഹത്യാ ശ്രമം. ശബ്ദം കേട്ട മകൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ കൈഞ്ഞരമ്പ് മുറിച്ച് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അമ്മയാണ് കണ്ടത്. ഉടൻ തന്നെ ആശുപത്രി എത്തിച്ചതിനാൽ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. 100 രൂപയെ ചൊല്ലിയുള്ള തർക്കത്തിൽ സംഘർഷം. കോഴിക്കോട് യുവാവിന് കുത്തേറ്റു. കോഴിക്കോട് പുതുപ്പാടിയിലാണ് സംഭവം. താമരശ്ശേരി കെടവൂർ പൊടിപ്പിൽ രമേശിനാണ് കുത്തേറ്റത്. കുത്തേറ്റ് പരിക്കേറ്റ രമേശിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തന്റെ ജോലി ചെയ്യുന്ന ബന്ധുവും ഇയാളുടെ മരുമകനും ചേർന്നാണ് ആക്രമിച്ചതെന്നാണ് രമേശൻ പറയുന്നത്. കൂലി സംബന്ധമായ 100 രൂപയെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിലും കത്തിക്കുത്തിലും കലാശിച്ചതെന്നും സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. ബീഹാറിൽ വീണ്ടും മുഖ്യമന്ത്രിയാകാൻ നിതീഷ് കുമാർ. ബീഹാറിൽ മുഖ്യമന്ത്രി പദവി എന്ന BJP സ്വപ്നം അവസാനിപ്പിച്ച് വീണ്ടും മുഖ്യമന്ത്രിയാകാൻ നിതീഷ് കുമാർ. നാളെ നിതീഷ് കുമാറിന്റെ വസതിയിൽ ചേരുന്ന NDA യോഗത്തിന് പിന്നാലെ നിതീഷ് കുമാർ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് മുന്നിൽ ഉന്നയിക്കും. പാട്നയിലെ ഗാന്ധി മൈതാനിയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് ചിരാഗ് പസ്വാൻ അവകാശവാദം ഉന്നയിച്ചതോടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായെങ്കിലും 2020 പോലെ BJPക്ക് 2 ഉപമുഖ്യമന്ത്രിമാരുണ്ടാകുമോ എന്ന ചോദ്യവും ഉയരുന്നു.